ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോളിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് നൈറ്റി മെറ്റീരിയൽസ് ആണ് വിത്ത് ഷോളാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണാം കേട്ടോ. അപ്പോൾ ആദ്യം കാണിക്കുന്നത് രാജവാദി ടൈപ്പ് പ്രിൻറ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. അതിൻ്റെ പ്രിൻറ്റ് താഴെ മുതൽ മേളിലോട്ട് എങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നതെന്നുള്ളത് കാണിച്ചിട്ട് നിവർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷോളിൻ്റെയും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ആ മെറ്റീരിയൽ വരുന്ന അതേ സെയിം പ്രിൻറ്റിൽ തന്നെയാണ് ഷോൾ വരുന്നത്. 290 മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നേരത്തെ വന്നുകൊണ്ടിരുന്ന മെറ്റീരിയലിനെക്കാട്ടിലും റേറ്റ് കുറവാണ് കേട്ടോ ഇതിന് വരുന്നത്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് വരുന്നത്. അപ്പോൾ പ്രിൻറ്റുകൾ വരുന്നത് ഇതുപോലെയാണ് കാണിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ സെയിം പ്രിൻറ്റുകൾ, കളേഴ്സ് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മളെ ഡാർക്ക് ഷെയ്ഡ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഡാർക്ക് കളർ ഷെയ്ഡിലുമാണ് വരുന്നത്. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ സെറ്റായിട്ട് ഒന്നിച്ച് വയ്ക്കുമ്പം ഇതാണ് ഇതിൻ്റെ 4 കളേഴ്സ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കളർ വേണ്ടതെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുവാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ഈ ഒരു പ്രിൻ്റ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഇതിലൊരു ഒരു ഗോൾഡൻ ടൈപ്പ് ആണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത്. അതിൻ്റെ ഒരു പ്രിൻറ്റിൻ്റെ കളർ വരുന്നത് കേട്ടോ. അപ്പം ഏറ്റവും താഴെ മുതൽ മേളിലോട്ട് ഇപ്പോൾ കാണിച്ചതുപോലെയാണ് പ്രിൻറ്റ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഷോളിലും വരുന്നത്. ഇങ്ങനെയാണ് ഷോളിൽ വരുന്നത്. 2 മീറ്റർ ഷോളും 290 മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. നല്ല പ്യുവർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത്രയും സെലക്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ചുങ്കിടിയുടെ വിത്ത് ഷോളും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാം കേട്ടോ. അപ്പോൾ കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. കുമാറിൻ്റെ ബ്രാൻഡ് നമ്മൾ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഇടയ്ക്കൊക്കെ നമുക്ക് കിട്ടുമ്പോഴൊക്കെ എടുക്കുന്ന ബ്രാൻഡാണ്. നൈറ്റ് വിത്ത് ഷാളിലൊക്കെ നമ്മൾ ഇതിനു മുമ്പ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത കളറ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഗ്രീന്, ബ്ലാക്ക്, കോഫി ബ്രൗണ്, അങ്ങനത്തെയൊക്കെയുള്ള ഡാർക്ക്, പിന്നെ ചിലതിലൊക്കെ പർപ്പിൾ ഷെയ്ഡ് അങ്ങനെയൊക്കെ വരാറുണ്ട്. അങ്ങനെ ഡാർക്ക് കളർ ഷെയ്ഡിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. ഇതുപോലെ വെക്കുമ്പം മെറ്റീരിയൽ ആയിട്ട് ഇങ്ങനെ 4 എണ്ണമായിട്ട് ഒന്നിച്ച് വെക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്ത് പറഞ്ഞാലും മതി ഏതാ വേണ്ടതെന്ന്. പിന്നെ അതുപോലെ നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോള് കൂടാതെ മെറ്റീരിയൽ മാത്രമായിട്ടുള്ള കളക്ഷൻസ് നമ്മളുടെ അടുത്ത് കാറ്റലോഗിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുന്ന കൂടാതെ നിങ്ങൾക്ക് ബാക്കിയുള്ള മെറ്റീരിയലിനും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ കാറ്റലോഗിൽ നിന്നും കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് കമൻ്റൊക്കെ ചെയ്തിട്ട് കണ്ടായിരുന്നു കാറ്റലോഗ് എങ്ങനെയാണ് കിട്ടുന്നത്, കാറ്റലോഗ് തരാമോ. അപ്പോൾ കാറ്റലോഗ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് ചെയ്യേണ്ടത്. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുമ്പോഴാണ് നിങ്ങൾക്ക് കാറ്റലോഗ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പം ആര് ഫസ്റ്റ് നമ്മുടെ ഇതിലേക്ക് മെസ്സേജ് അയച്ചാലും എല്ലാവർക്കും കാറ്റലോഗ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാറ്റലോഗ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അതായത് ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, കാറ്റലോഗ് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ആ സെയിം കാറ്റലോഗിനകത്ത് തന്നെയാണ് പുതിയ കളക്ഷൻസ് വരുന്നതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ കാറ്റലോഗ് നമ്മളടുത്ത് ചോദിക്കേണ്ട കാര്യം വരുന്നില്ല. അല്ലാതെ തന്നെ ഈ സെയിം കാറ്റലോഗിൻ്റെ നമ്മൾ നേരത്തെ അയച്ച ആ ലിങ്കിൽ തന്നെ കയറി നോക്കിയാൽ ഇപ്പം ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻ അതാണ് കാണുന്നത്. പിന്നെ പഴയ വീഡിയോയിൽ നിന്നൊക്കെ ഒത്തിരി സ്ക്രീൻഷോട്ട് അയക്കുന്നുണ്ട് കുറേ പേരൊക്കെ. അപ്പോൾ അതെന്ന് പറയുന്നത് നേരത്തെ പഴയ വീഡിയോയിലതൊന്നും ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് വീഡിയോയിൽ കണ്ടതൊന്നും കാറ്റലോഗിൽ കാണുന്നില്ല. അവർ പഴയ നേരത്തെയുള്ള വീഡിയോസിലെ കളക്ഷൻസാണ് കണ്ടിട്ട് കാറ്റലോഗിൽ നോക്കിയിട്ട് വരുന്നത്. അപ്പം കാറ്റലോഗിനകത്ത് പഴയ കളക്ഷൻസ് കാണണമെങ്കിൽ അത് സെയിലാവാതെ നമ്മുടെ അടുത്ത് ഇരുന്നെങ്കിൽ മാത്രമേ കാണുള്ളൂ. നമ്മുടെ അടുത്ത് അങ്ങനെ സെയിലാവാതെ ഇരിക്കലില്ല. നമ്മൾ കളക്ഷൻസ് കൊണ്ടുവരുമ്പോൾ തന്നെ ഫാസ്റ്റ് മൂവിങ് ആയിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ എടുത്തെടുത്ത് തീരുന്ന കളക്ഷൻസാണ് എല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസാണ് നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പോൾ അതാണ് കാറ്റലോഗ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ കാറ്റലോഗിലാണ് പുതിയ കളക്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത പ്രിൻ്റ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ. എല്ലാം തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ്. പിന്നെ ഇനിയിപ്പം ഇതിൻ്റെയൊക്കെ സമയമൊക്കെ ആവാൻ വേണ്ടിയിട്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് വിത്ത് ഷോള് പുതിയ ഡിസൈൻസ് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇപ്പോഴാണ് നല്ല പ്രിൻ്റുകൾ വന്നപ്പോൾ നമ്മൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രാവശ്യം റേറ്റും കുറവിൽ കിട്ടിയപ്പോൾ അതനുസരിച്ച്, അതായത് നിങ്ങൾക്ക് നൈറ്റി ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് ഷോളോട് കൂടി തന്നെ നിങ്ങൾക്ക് നല്ല ഇതായിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതനുസരിച്ചിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊറിയറിലാണോ പോസ്റ്റലിലാണോ വേണ്ടതെന്ന് അഡ്രസ്സും കൂടെ അയച്ചു തരാം കേട്ടോ. എന്നിട്ടാണ് നിങ്ങളുടെ ഓർഡർ എടുക്കുന്നത്. പിന്നെ ചില ആൾക്കാർ ഫോട്ടോസ് അയച്ച പാടെ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വാട്സപ്പ് കോളിങ്ങിൽ. അപ്പോൾ നമ്മുടെ ഈ നമ്പർ എന്ന് പറയുന്നത് വാട്സപ്പ് നമ്പർ ആണെങ്കിലും മെസ്സേജാണ് അയക്കേണ്ടത്. പിന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയമെങ്കിലും വെയിറ്റ് ചെയ്യണം. അതായത് ആദ്യം അയച്ചേക്കുന്ന മെസ്സേജുകൾ നോക്കിയാണ് ക്ലിയർ ചെയ്ത് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫോട്ടോസ് അയച്ചു അപ്പോൾ തന്നെ നിങ്ങളുടെ
ആദ്യം അയച്ചവരുടെ എടുത്തതിന് ശേഷം അത് കഴിഞ്ഞിട്ടുള്ള മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോസൊക്കെ അയച്ചിട്ട് ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക കേട്ടോ. റിപ്ലൈ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഒരാൾക്ക് റിപ്ലൈ കൊടുക്കാതിരിക്കുകയൊന്നും ചെയ്യത്തില്ല കേട്ടോ. പിന്നെ ഏതെങ്കിലും പീസ് സോൾഡ് ഔട്ട് ആയി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പകരം കാറ്റലോഗിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ്. മിനിമം 10 പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി. അതായത് ഇതിൽ കിടക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസാണ്. ബൾക്കായിട്ട് എടുക്കുമ്പോഴുള്ള റേറ്റാണ്. 10 പീസിന് മുകളിലോട്ട് എടുക്കുമ്പോഴുള്ള റേറ്റാണ് ഇതിൽ കിടക്കുന്നത്. 10 പീസിൽ താഴേക്ക് റീറ്റെയിലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 3 പീസ് മുതലാണ് മിനിമം നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 3 പീസ് മുതൽ ഓർഡർ ചെയ്യുമ്പം ഇതിൽ കാണുന്ന റേറ്റിനെക്കാട്ടിയും 10 രൂപ കൂടുതലായിരിക്കും. അങ്ങനെയാണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റിയും ഡീറ്റെയിൽസൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഡീറ്റെയിൽസ് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക. പിന്നെ ടൈം പാസിന് വേണ്ടി ഓർഡർ ചെയ്യുന്നവരുണ്ട്. വെറുതെ ഫോട്ടോസ് അയച്ച് ബില്ല് കിട്ടുന്ന വരെ റിപ്ലൈ ഒക്കെ തരും. ബില്ല് കിട്ടിയതിന് ശേഷം റിപ്ലൈ ഇല്ലാതെ പോകുന്ന കുറേ പേരുണ്ട്. അപ്പം ദയവായിട്ട് നിങ്ങളങ്ങനെ ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബില്ല് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെൻറ്റ് അപ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം പേയ്മെൻറ്റ് ചെയ്ത് പോവുക. പേയ്മെൻറ്റ് ഡിലേ വരുന്ന ഓർഡേഴ്സ് ക്യാൻസലായി പോകും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യുക കേട്ടോ. അടുത്ത വരുന്നത് എന്ന് പറയുന്നത് ചുങ്കിടി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ്. നല്ല ഭംഗിയുള്ള കുറേ കളറുണ്ട് കേട്ടോ ഇതിനകത്ത്. 10 കളേഴ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ മെറ്റീരിയലും അതേ ഡിസൈൻ തന്നെ വരുന്ന ഷോളുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്ന് കാണിക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്ത് തന്നാൽ മതിയിട്ട് ഏതാ വേണ്ടതെന്നുള്ളത്. പിന്നെ 290 മീറ്റർ 320 മീറ്റർ കളക്ഷൻസൊക്കെ വേണ്ടവർ സെലക്ട് ചെയ്ത് കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്ത് അയച്ചു തരിക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതനുസരിച്ച് റിപ്ലൈ ഇടുന്നതായിരിക്കും. പിന്നെ പകൽ സമയത്താണ് ഓർഡേഴ്സ് എടുക്കുന്നത്. രാത്രിയിലൊക്കെ നിങ്ങളിപ്പം അർജൻറ്റായിട്ട് വേണ്ട ആൾക്കാർ ചില സമയത്ത് രാത്രി 9 മണിക്കും 10 മണിക്കൊക്കെ ഫോട്ടോസ് അയച്ചിട്ട് എനിക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ അർജൻറ്റായിട്ട് വേണ്ടതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞങ്ങളിവിടെ ഓർഡർ എടുക്കാൻ തുടങ്ങുന്ന സമയം തൊട്ടാണ് റിപ്ലൈ കൊടുക്കുന്നത് രാവിലെ. അപ്പം നിങ്ങൾ അർജൻറ്റായിട്ടുള്ള ആൾക്കാരൊക്കെ തലേ ദിവസം പകൽ തന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കുക. പേയ്മെൻറ്റ് വരുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ നിന്ന് അയക്കുന്നത്. അപ്പോൾ കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്